ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബേഗാൻ ബർത്തേ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും മൈൽസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലാണ്. അവിടെ അമ്മയ്ക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു തോട്ടമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം വഴുതനങ്ങയും മുളകും പാവലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. അപ്പം നമുക്കിതിൽ കൂടുതലും ഉള്ളത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ ബ്ലാക്ക് കളറും ഉണ്ട്, പിന്നെ നമ്മുടെ സാധാരണ ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ അതും ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് കളർ വഴുതനങ്ങ കൊണ്ട് തന്നെ അങ്ങ് ബർത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രേവൂട്ടിയാണ് കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിത് വീട്ടിലോട്ട് കയറിയിട്ട് നമ്മുടെ വഴുതനങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തക്കാളിയും ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇത് മൂന്നും ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള നല്ല രീതിക്ക് കനം കുറച്ച് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ചെറിയൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മുടെ എരിവിന് ആവശ്യമായ മുളകിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുളക് നല്ല രീതിക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. വറുത്ത പല രീതിയിലുണ്ടാക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി നമ്മുടെ സവാള ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ സവാള കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചട്ടി ചെറുതായതുകൊണ്ടും 2 തവണയായിട്ടാണ് കേട്ടോ വറുത്ത് കോരി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയേക്കാം കേട്ടോ. അങ്ങനെ സവാള മാറ്റിയതിന് ശേഷം നമ്മളിനി അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി നമ്മളിതാ 2 അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ തക്കാളി വഴുതനങ്ങയും ഒന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ തക്കാളി ഇതുപോലെ ഒന്ന് തിരിച്ച് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് തിരിച്ചിട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് നല്ല രീതിക്ക് കുക്കായിട്ട് തന്നെ കിട്ടും. കുക്കായി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയുടെ തൊലിയെല്ലാം തന്നെത്താനെ ഇളകി വരും കേട്ടോ. അപ്പോൾ ആ തൊലി ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ വഴുതനങ്ങയുടെ ആ ഒരു കറുത്ത തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കുന്നതുകൊണ്ട് നല്ലതാണത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കളയുന്നില്ല. തക്കാളിയുടെ തൊലി മാത്രം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വറുത്ത് കോരിയ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം നല്ല രീതിക്ക് വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈഗാൻ ബർത്ത ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിതിൽ ടൊമാറ്റോ ബർത്ത് ട്രൈ ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ബൈഗാൻ ബർത്തയും കൂടെ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്